നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. സ്പീക്ക് ടു ഇൻസ്പയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് നിങ്ങളുടെ ഭാവി ഇന്നത്തെ തീരുമാനങ്ങളിലാണ്. നമ്മുടെ ഓരോ ചെറിയ തീരുമാനങ്ങളും എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ വിഷയം വിജയിക്കുന്നവർ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ശീലം. സുഹൃത്തുക്കളെ, ലോകത്തിലെ വിജയിച്ച ആളുകളെ ശ്രദ്ധിച്ചാൽ അവർക്കെല്ലാം ഒരു പൊതുവായ ശീലം കാണാം. അത് എപ്പോഴും പഠിക്കുക, എപ്പോഴും വളരുക, എപ്പോഴും സ്വയം മെച്ചപ്പെടുത്തുക എന്നതാണ്. കാരണം വിജയം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു തുടർച്ചയായ യാത്രയാണ്. വിജയികളുടെ ഏറ്റവും വലിയ ശീലം. സുഹൃത്തുക്കളെ, പലരും വിജയം നേടിയ ശേഷം പഠനം നിർത്തും. പക്ഷേ യഥാർത്ഥ വിജയികൾ വിജയിച്ച ശേഷവും പഠിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം, ഇന്നത്തെ അറിവ് നാളത്തെ വിജയത്തിന് മതിയാകില്ല. ലോകം ഓരോ ദിവസവും മാറുകയാണ്. പുതിയ അവസരങ്ങൾ വരുന്നു, പുതിയ വെല്ലുവിളികൾ വരുന്നു. അതുകൊണ്ട് നമ്മളും ഓരോ ദിവസവും വളരണം. ഒരു ചെറിയ മാറ്റം പോലും വലിയ വിജയത്തിന്റെ തുടക്കമാകാം. വിജയത്തിന്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. 1. മൂല്യം സൃഷ്ടിക്കുക. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഉയരണമെങ്കിൽ ആദ്യം നമ്മുടെ മൂല്യം വർദ്ധിക്കണം. നമ്മുടെ അറിവ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്തകൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നല്ല മാറ്റങ്ങൾ, ഇവയാണ് നമ്മുടെ യഥാർത്ഥ മൂല്യം. നമ്മൾ കൂടുതൽ മൂല്യമുള്ള വ്യക്തിയാകുമ്പോൾ കൂടുതൽ അവസരങ്ങളും നമ്മെ തേടി വരും. 2. കഴിവ് വളർത്തുക. ഇന്നത്തെ ലോകത്ത് കഴിവുള്ള ആളുകൾക്ക് എപ്പോഴും അവസരമുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം നമ്മൾ വളർത്തണം. ഓർക്കുക, കഴിവ് വർദ്ധിച്ചാൽ വിജയത്തിന്റെ സാധ്യതയും വർദ്ധിക്കും. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ചിന്തകളെയും വളർച്ചയെയും സ്വാധീനിക്കുന്നു. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുക. നല്ല ചിന്തകളുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. കാരണം നല്ല ബന്ധങ്ങൾ നല്ല അവസരങ്ങളുടെ വാതിൽ തുറക്കും. നിരസിക്കപ്പെട്ട ഒരാൾ ലോകം അംഗീകരിച്ച വിജയിയായി മാറിയ കഥ. സുഹൃത്തുക്കളെ, ഒരു ചെറിയ മുറിയിൽ ഒരു സാധാരണ മനുഷ്യൻ ഇരിക്കുകയാണ്. കയ്യിൽ ഒരു സ്വപ്നമുണ്ട്. പക്ഷെ ആ സ്വപ്നത്തിലേക്കുള്ള വഴിയിൽ പരാജയങ്ങളുടെ നീണ്ട നിരയാണ്. ചുറ്റുമുള്ളവർ പറഞ്ഞു, നിനക്കിത് സാധിക്കില്ല, ഇത് നിന്റെ കഴിവിന് അപ്പുറമാണ്, ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആ മനുഷ്യൻ ഒരു കാര്യം മാത്രം വിശ്വസിച്ചു: എൻ്റെ ഇന്നലത്തെ പരാജയം എൻ്റെ നാളത്തെ വിജയത്തെ തടയില്ല. ആ മനുഷ്യനായിരുന്നു ജാക്ക് മാ. ചൈനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി. ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. പരീക്ഷകളിൽ പരാജയപ്പെട്ടു. ജോലിക്കായി അപേക്ഷിച്ചു. വീണ്ടും വീണ്ടും നിരസിക്കപ്പെട്ടു. ഒരു ദിവസം ഒരു പ്രശസ്ത ഫാസ്റ്റ് ഫുഡ് കമ്പനിയിൽ ജോലി ഒഴിവ് വന്നു. 24 പേർ അഭിമുഖത്തിനെത്തി. 23 പേർക്ക് ജോലി ലഭിച്ചു. ഒരാൾ മാത്രം നിരസിക്കപ്പെട്ടു. ആ ഒരാൾ ജാക്ക് മാ ആയിരുന്നു. ആ നിമിഷം ഒരാൾക്ക് സ്വപ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന നിമിഷമായിരുന്നു. പക്ഷേ ജാക്ക് മാ ഒരു തീരുമാനമെടുത്തു: ലോകം എന്നെ നിരസിച്ചാലും ഞാൻ എന്നെ നിരസിക്കില്ല. അതിനുശേഷം ഇന്റർനെറ്റ് എന്ന പുതിയ ലോകത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ വായിച്ചു, പുതിയ കഴിവുകൾ നേടി. മനസ്സിൽ ഒരു വലിയ സ്വപ്നം ജനിച്ചു: ചൈനയിലെ ചെറിയ ബിസിനസ്സുകളെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം.
ആ സ്വപ്നത്തിന് അദ്ദേഹം നൽകിയ പേരായിരുന്നു ആലിബാബ. പലരും ചിരിച്ചു, ഇത് നടക്കില്ല, ഇന്റർനെറ്റിലൂടെ ബിസിനസ് വിജയിക്കില്ല എന്നു പറഞ്ഞു. പക്ഷേ ജാക്മ വീണ്ടും ഒരു തീരുമാനമെടുത്തു. ഞാൻ ശ്രമിക്കുന്നത് നിർത്തില്ല. ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ 17 സുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹം ആലിബാബ ആരംഭിച്ചു. ആദ്യകാലം പണം കുറവായിരുന്നു. നിക്ഷേപകർ വിശ്വസിച്ചില്ല. വിമർശനങ്ങൾ തുടർന്നു. എന്നാൽ ഓരോ പ്രശ്നവും ഒരു പുതിയ പാഠമായി അദ്ദേഹം സ്വീകരിച്ചു. വർഷങ്ങൾ കടന്നു. ആ ചെറിയ അപ്പാർട്ട്മെന്റിൽ തുടങ്ങിയ ആലിബാബ ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനികളിൽ ഒന്നായി വളർന്നു. ഒരു കാലത്ത് ജോലി പോലും ലഭിക്കാതെ നിരസിക്കപ്പെട്ട മനുഷ്യൻ പിന്നീട് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംരംഭകരിലൊരാളായി മാറി. സുഹൃത്തുക്കളെ, ജാക്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: പരാജയം നിങ്ങളുടെ ഭാവി തീരുമാനിക്കില്ല. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ലോകം നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ. കാരണം വിജയത്തിൻ്റെ വാതിൽ തുറക്കുന്നത് തുടർച്ചയായ ശ്രമത്തിൻ്റെയും തുടർച്ചയായ തീരുമാനങ്ങളുടെയും താക്കോൽ കൊണ്ടാണ്. ഇന്നത്തെ ചലഞ്ച് സുഹൃത്തുക്കളെ, ഇന്ന് ഒരു ചെറിയ തീരുമാനമെടുക്കൂ. ദിവസവും 15 മിനിറ്റ് ഒരു പുതിയ കാര്യം പഠിക്കാൻ മാറ്റിവെക്കൂ. ഒരു പുസ്തകം വായിക്കാം, ഒരു പുതിയ കഴിവ് പഠിക്കാം, ഒരു നല്ല വ്യക്തിയുടെ അനുഭവം കേൾക്കാം. ഓർക്കുക, ചെറിയ ചെറിയ പഠനങ്ങളാണ് വലിയ വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വിജയിക്കാൻ വലിയ അവസരങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മൾ തന്നെ ദിവസവും മെച്ചപ്പെടുത്തുക. കാരണം വിജയിക്കുന്നവർ ഒരിക്കലും പഠിക്കുന്നത് നിർത്തില്ല, വളരുന്നത് നിർത്തില്ല, മുന്നോട്ട് പോകുന്നത് നിർത്തില്ല. നിങ്ങളുടെ ഭാവി നിങ്ങൾ ഇന്ന് വളർത്തിയെടുക്കുന്ന ശീലങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സ്പീക്ക് ടു ഇൻസ്പയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ശക്തമായ വിഷയവുമായി വീണ്ടും കാണാം. ഞാൻ സജിത് നമ്പ്യാർ, സ്പീക്ക് ടു ഇൻസ്പയർ. നന്ദി, നമസ്കാരം.